ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഇന്നത്തെ ദിവസം ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ് പറയുക: അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് ഈശോ ചോദിക്കുകയാണ്, നീ ഇവരേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്കറിയാം പത്രോസിൻ്റെ ഒക്കെ അപ്പോഴത്തെ അവസ്ഥ, മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ്. ഈശോ നൽകിയ കൽപ്പനയെല്ലാം ലംഘിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു പോയവരാണ്. അവരെ ഉപദേശിക്കുന്നതിന് പകരം, അവരെ വഴക്ക് പറയുന്നതിന് പകരം ഈശോ അവരോട് ചോദിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഇവരേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നടക്കാതിരിക്കുമ്പോൾ നിനക്ക് സ്നേഹത്തിൻ്റെ രൂപത്തിലേക്കൊന്ന് ജീവിതത്തെ തിരിച്ചുവിടാവോ? വലിയ അത്ഭുതങ്ങളും അഭിഷേകം അനുഭവിക്കാനും ദർശിക്കുവാനും നിനക്ക് സാധിക്കും. സ്നേഹമായിരിക്കട്ടെ നിൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾക്കൊപ്പം. നല്ലവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നീ പത്രോസിനോട് സ്നേഹത്തിൻ്റെ ഭാഷയിലാണല്ലോ സംസാരിച്ചത്. ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ, സ്നേഹത്തിൻ്റെ രീതിയിൽ ഇടപെടുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകൾ നൽകണമേ. പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.